ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ആണ്. ചാലഞ്ച് അല്ല, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് അത്യാവശ്യം മടിയുള്ള ഒരാളാണ് ഞാൻ. അതായത് ഞാൻ ഫോണിൽ ടൈമർ വയ്ക്കും, 5 മിനിറ്റ് ടൈമർ വയ്ക്കും. ഈ 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ റൂം ഫുൾ ക്ലീൻ ആക്കണം. നമ്മുടെ മടിയും മാറും, പെട്ടെന്ന് നമ്മുടെ ജോലി തീരും. ഓക്കെ, ജയിച്ച സമ്മാനമൊന്നുമില്ല, പക്ഷെ തോറ്റാൽ സമ്മാനമുണ്ട്. തോറ്റാൽ ഞാനൊരു ഫുൾ ഗ്രീൻ ചില്ലി കഴിക്കണം. ഇവിടെ ഉണ്ടാകുന്നതോ എങ്കിലും ഫുൾ ഗ്രീൻ ചില്ലി നമ്മൾ കഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരിക്കും. ഇനി രണ്ടാമത്തത് എനിക്കൊരു ചാലഞ്ച് തന്നെയാണ്, പക്ഷേ നമ്മൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യണ്ട. അമ്മയ്ക്ക് ഇന്ന് ഫുൾ റെസ്റ്റ്. അമ്മ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് വെക്കാം. നമുക്ക് റിയാക്ഷൻ നോക്കാം, എങ്ങനെയായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മളൊരു സർപ്രൈസ് അല്ലല്ലോ, റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ദ ചാലഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറിയുടെ അവസ്ഥ. അപ്പോൾ നമുക്കിന്ന് എന്ത് ചെയ്യാം, ഇത് ക്ലീൻ ചെയ്യാം. അപ്പം നമുക്ക് ടൈമർ വെക്കാം. അപ്പോൾ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗൈസ്, സമയം 20 സെക്കൻഡും കൂടെ ബാക്കിയുള്ള ഈ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ അലമ്പ് കുറച്ചും കൂടി അലമ്പാക്കിയിട്ടിരിക്കുന്ന മുറി ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. 10 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്ത് തീർന്നേനെ. ഞാനൊരു 5 മിനിറ്റും കൂടി എടുത്തിരുന്നു. വീണ്ടും ഞാൻ തോച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ സമയമെടുത്ത് വൃത്തിയായിട്ട് എന്തായാലും വൃത്തിയാക്കുന്നു. സമയമെടുത്ത് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ കാണാം. അങ്ങനെ ഒടുവിലത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മുടെ റൂം ക്ലീൻ ആക്കിയിരിക്കുകയാണ് ഗൈസ്. വളരെ ഗംഭീരമായി തോറ്റിരിക്കുകയാണ്. ഇത് കഴിക്കണം. ഞാനിത് കഴിച്ചു തുടങ്ങുകയാണ്. മതി, തുമ്പ് കടിച്ചിട്ടാണ് ഇത്ര. ഇത്രയും മതി. കുറച്ചുകൂടെ കഴിയല്ലേ? വേണ്ട. അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് എന്തുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനം എടുക്കാം. എൻ്റെ ഐഡിയയിൽ ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ്. ചപ്പാത്തിയും പനീർ കറിയും വയ്ക്കാം. അമ്മേ, യെസ്. അപ്പോൾ നമ്മൾ എന്താണ് രഹസ്യം എന്നല്ല, യൂട്യൂബിൽ കണ്ട കൂട്ടൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി പനീർ കറി നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കാണാം. നമുക്ക് ഇനി അടുത്ത് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കടയിൽ പോകാൻ നേരത്ത് കാണാം. ഓക്കെ, അപ്പം നമുക്ക് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രി വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഒരു ഊഹത്തിനങ്ങ് വാങ്ങിക്കാം അല്ലേ. പനീർ എടുക്കാം, ഫ്രഷ് ക്രീമും എടുക്കാം. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, സാധനം ഉണ്ടാക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ എത്തി. ഇനി നമുക്ക് പണി തുടങ്ങാം. നമുക്ക് ചോറും കഴിച്ചുകൊണ്ട് നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ലൈഫിൽ ആദ്യത്തെ തവണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക്. അമ്മയുടെ സർവൈലൻസിന് മുമ്പ് ചൂടയൊക്കെ ചെയ്യും, കൊതി വരവ് പരത്തും, അങ്ങനത്തെയൊക്കെ അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഫുൾ എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുടലിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി പരത്തി എല്ലാം ചെയ്തെടുത്ത് ഇനി ചുട്ടെടുക്കണ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ചപ്പാത്തിയുടെ കാര്യത്തിൽ തീരുമാനമാവുമെങ്കിലും പനീർ കറിയുടെ കാര്യത്തിൽ തീരുമാനമാവില്ല. ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിച്ച സമയത്ത് തക്കാളി വാങ്ങിക്കാൻ മറന്നുപോയി. എന്തൊക്കെയാണെന്ന് ഒരു ഊഹത്തിനങ്ങ് വാങ്ങിക്കാം. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞ് അമ്മ തക്കാളി വാങ്ങിച്ചു തരുമെന്ന്. ഫുൾ സാധനം ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഐഡിയ കാണൂലായിരിക്കാം. അമ്മയ്ക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വിചാരിക്കണം? തക്കാളി ഫ്രൈ. ഓക്കെ, തക്കാളി ഞാൻ എന്റെ അമ്മയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിളിക്കാനൊക്കെ പറ്റും. അതെ,
ഞാൻ പോയില്ല ഇന്ന്. ഇന്നല്ല ഒരിക്കലും പോവാറില്ല. അങ്ങനെ പറഞ്ഞൂടാ. നീ പനീർ ഫ്രൈ ആണ്. അമ്മ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താ മതി. ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ. ചപ്പാത്തിയും പനീർ കറിയും. അയ്യോ, കറി വെക്കാൻ പോണേ ഉള്ളു. തക്കാളി തീർന്നു പോയി. ബാക്കിയെല്ലാം ഞാൻ പോയി വാങ്ങിച്ചു. പക്ഷെ തക്കാളി വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. ആര് ഹാപ്പി ബേബി? ഉമ്മത്താ. കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അമ്മയുടെ റിയാക്ഷൻ എടുക്കാം കഴിച്ചതിന് ശേഷമുള്ളത്. ചേച്ചി കഴിച്ച അപ്രൂവൽ തന്നിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. ഇനി അമ്മ. ഗസ്റ്റ് വരുമ്പോ മാത്രം എടുക്കുന്ന പാത്രം. ഉച്ച തൊട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാല കൊള്ളാല്ലേ? ഈ ഒരു പാചക നിഗുണം തന്നെ. അതെ. അമ്മയുടെ നമുക്ക് അപ്രൂവൽ കിട്ടി. ഇനി നമുക്ക് പോയി കഴിക്കാം. കമോൺ. ഏതാണ്ട് കാര്യമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പയാണ്. നല്ലൊരു പ്രൊഡക്റ്റീവ് ഹാപ്പി ഡേ ആയിരുന്നു. നമ്മളിന്ന് റൂം ക്ലീൻ ചെയ്തു, അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തു. അങ്ങനെ ഒരുപാട് നല്ല നല്ല എലമെൻറ്റ്സ് ഉണ്ടായിരുന്ന നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങളുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇനി ഉടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ.